നമുക്കിപ്പോ ഏകദേശം ഒരു കൺട്രോളിലേക്ക് വരുന്നു എന്ന് വേണം പറയാം. നമുക്ക് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദോട് നമ്മളൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ സിറ്റുവേഷൻ ഏകദേശം കൺട്രോളിലായി എന്ന് പറയാൻ കഴിയും? തീർച്ചയായും ആശങ്കപ്പെട്ടിരുന്ന കുറച്ച് മണിക്കൂറുകളുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് നിയന്ത്രണാതീതമായി എന്നുള്ള നിലക്കാണുള്ളത്. അടുത്ത ബ്ലോക്കിലേക്ക് ഇതിനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാ സംവിധാനമായി. ഇവിടെ ഉള്ളത് ഏതാണ്ട് ശമിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ നേരത്തെ ഇതുപോലെ സംഭവം ഉണ്ടായെങ്കിലും വീണ്ടും ആളി കത്തിയിരുന്നു. നമുക്ക് അകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നു. അകത്തേക്ക് ഇപ്പോൾ കുറെ ഭാഗം പൊളിച്ച് അതിനകത്തേക്ക് വെള്ളം അടിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയപ്പോൾ ഏതാണ്ട് നിയന്ത്രണാതീതമായി എന്നുള്ള അവസ്ഥയിലാണ് മനസ്സിലാക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തുള്ള യൂണിറ്റുകളിലൂടെയൊക്കെ തീർച്ചയായിട്ടും ഫയർ യൂണിറ്റുകൾ ധാരാളം വന്നു. തുടക്കത്തിലുള്ളതിനേക്കാളും എണ്ണം കൂടി വന്നു. വെള്ളം അടിക്കുന്നതിനുള്ള ഒരു അസൗകര്യക്കുറവും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും നാട്ടുകാരുടെയൊക്കെ നല്ല പിന്തുണയും പോലീസും അതുപോലെ തന്നെ മറ്റ് വളണ്ടിയർമാരും ഒക്കെ ഉണ്ടായിരുന്നു. ആവശ്യമായ എല്ലാ സഹായവും കോഴിക്കോട്ട് സാധാരണ പോലെ തന്നെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള എല്ലാ കൂട്ടായ്മയും ഈ രക്ഷാപ്രവർത്തനം ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാഷ്വാലിറ്റി ഇല്ലാതാക്കുന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാം. അനുമതിയുള്ള കടകൾ തന്നെയാണല്ലോ. വർഷങ്ങളായി കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു, എന്താണ് അതിന്റെ സംഭവങ്ങളെന്ന് പരിശോധിച്ച് നമുക്ക് ആവശ്യമായ തീരുമാനങ്ങൾ. നിലവിൽ ഏറെക്കുറെ ഒരു കൺട്രോളായി അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് നമുക്കറിയാം, മണിക്കൂറുകൾ 4 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ദൌത്യത്തിനൊടുവിലാണ് ഏറെക്കുറെ ഒരു നിയന്ത്രണമായിട്ട്. ഇനിയും നമുക്കറിയാം തീ പൂർണ്ണമായി ശമിച്ചിട്ടില്ല. അതേസമയം തന്നെ ഉള്ളിലേക്ക്, അതായത് ഈ കാലിക്കറ്റ് ടവേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ് ശരിക്കും ഇവിടെ പൂർണ്ണമായി കത്തിയമർന്നത്. 2 നിലകളുണ്ടായിരുന്നു. പുതിയ സ്റ്റാൻഡിന്റെ വലതുവശത്തുള്ള ഈ ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ് ശരിക്കും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ്. അതിൽ PRC എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ ഒരു ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായി 2ാം നിലയും 3ാം നിലയും അവിടെ കെട്ടിടം തന്നെയാണ്. 3ാം നിലയിൽ മുകൾ നിലയിൽ ഗോഡൌണും താഴെ നിലയിൽ ഹോൾസെയിലിന്റെയും റീറ്റെയിലിന്റെയും ഷോപ്പുകളാണ്. വില കുറഞ്ഞ ഒരു തുണിത്തരങ്ങൾ ലഭിക്കുന്ന ഒരു കട എന്ന അർത്ഥത്തിൽ വലിയ തോതിലുള്ള കച്ചവടമുള്ള കടയാണ്. അത്രത്തോളം സ്റ്റോക്കും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് തീപിടുത്തം ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ തീ 4:45 ഉണ്ടായി എന്നാണ് നാട്ടുകാരും ഇവിടുത്തെ കടക്കാരും പറയുന്നത്. 5 തീപിടുത്തമായി മാറുന്നു. ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ എത്തുന്നു. ബീച്ചിൽ ഫയർഫോഴ്സിന്റെ സെന്റർ ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2 യൂണിറ്റുകൾ ആദ്യം എത്തി. ഇവിടുന്ന് അങ്ങോട്ട് വെള്ളിമാട് കുന്നിൽ നിന്നും അതോടൊപ്പം തന്നെ മീൻചന്തയിൽ നിന്നും പിന്നെ പേരാമ്പ്ര തുടങ്ങി ജില്ലയുടെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഫയർ യൂണിറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും മലപ്പുറത്ത് നിന്ന് കൂടുതൽ യൂണിറ്റുകൾ എത്താൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് എയർപോർട്ടിൽ നിന്നുള്ള അത്യന്താധുനിക സംവിധാനങ്ങളുള്ള യൂണിറ്റുകൾ വരുന്നു. അവര് ഒരുപക്ഷെ 7 മണിയോടുകൂടിയാണ് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഒരുപക്ഷെ ഇതിനെ കുറച്ചെങ്കിലും നമുക്കത് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത്. അപ്പോഴുമുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് വെള്ളം തീരുകയും അത് റീഫിൽ ചെയ്യാൻ വേണ്ടി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് വീണ്ടും ഈ അണച്ച സ്ഥലങ്ങളിൽ വീണ്ടും തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ കുറെ സമയം അത് മുന്നോട്ട് പോയി. അതിനുശേഷം കുറെ സമയത്തെ പ്രയത്നത്തിന് ശേഷം കൂടുതൽ യൂണിറ്റുകൾ വന്നു. അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റും വളരെ സജീവമായി ഫയർ ഫൈറ്റിംഗിൽ ഉൾപ്പെട്ടു. അങ്ങനെ ഏറെക്കുറെ ആണ് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് JCB കൊണ്ടുവന്ന അതിന്റെ ഭിത്തികൾ, നേരത്തെ നമുക്കറിയാം തകര ഷീറ്റുകളൊക്കെ ഫയർഫോഴ്സിന്റെ ജീവനക്കാർ വളരെ ശ്രമകരമായി ചില സ്ഥലങ്ങളിൽ പൊളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കുറച്ച് വെള്ളം അടിച്ചിരുന്നത്. പിന്നീട് JCB എത്തിച്ച് ഈ ഒരു ഭാഗം, അതായത് ആ BRC എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ഇരിക്കുന്ന ഭാഗത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായ ഭിത്തി, ഗ്ലാസ് ഭിത്തി മറ്റുമൊക്കെ പൊളിച്ചു ഉള്ളിലേക്ക് ആക്കി. അവിടുന്ന് അകത്തേക്ക് വെള്ളം അടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും അത്തരത്തിൽ വെള്ളം അടിച്ച് അകത്തേക്ക് വെള്ളം ചീറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മധ്യഭാഗത്ത്. അതേസമയം 2 വശത്തുമുള്ള ഭാഗത്ത് ഏറെക്കുറെ തീ വലിയ തോതിൽ തന്നെ കെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിയന്ത്രണ വിധേയമാകുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം പൂർണ്ണമായി തീ അണഞ്ഞിട്ടില്ല. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിയന്ത്രണ വിധേയമായി. നേരത്തെ നമ്മൾ വലിയ ആശങ്ക പെട്ടിരുന്ന ഒരു സാഹചര്യം. കാരണം തീ നിന്ന് കത്തുകയായിരുന്നു മണിക്കൂറുകളോളം. അത് പൂർണ്ണമായി തന്നെ കെടുത്താൻ കഴിഞ്ഞില്ല.